KSRTC കൺസെഷൻ ടിക്കറ്റ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ സൗജന്യ യാത്ര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ വാക്കുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പാടില്ലാത്ത പലതും പറയും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കോൺഗ്രസിനെ ഒരു കാരണവശാലും വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. ഫ്രീ ആയിട്ട് പെണ്ണുങ്ങൾ പോകുന്ന ഐഡിയ ഇസ് ഗുഡ്. ബട്ട് എനിക്കത് പാർട്ടി ബേസിസിൽ പറയുമല്ല. ബട്ട് അത് എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ട് സൗജന്യ യാത്ര വേണ്ട, അല്ലാതെ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുത്താൽ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലം വാഗ്ദാനങ്ങളുടെ കാലം കൂടിയാണ്. ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വി.ഡി. സതീശന്റെ പൊതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ വെച്ച് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ചില വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തും എന്നുള്ളതായിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന്. കേരളത്തിലെ സ്ത്രീകൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് മറുനാടൻ എന്ന്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ബസ് ടെർമിനലിനകത്താണ്. നമുക്ക് ഇവിടെയുള്ള ചേച്ചിമാരോട് ചോദിക്കാം, രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തെ അവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല അഭിപ്രായമായിരിക്കും. കാരണം കുറെ പിള്ളേർ രാവിലെ കോളേജിലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഈ ഡെയിലി 50 അല്ലെങ്കിൽ ഇപ്പോ ഞാൻ താമരശ്ശേരി സൈഡിൽ നിന്നാണ്. അപ്പോൾ 30 റുപ്പീസ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അല്ലാണ്ട് കോളേജിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഈ ഡെയിലി ബേസിസിൽ കൺസെഷൻ ടിക്കറ്റ് ഒന്നും ഇല്ല എന്നാ തോന്നുന്നത്. KSRTC കൺസെഷൻ ടിക്കറ്റ് ഇല്ലല്ലോ, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ സൗജന്യ യാത്ര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. KSRTC കൺസെഷൻ ഉണ്ട്, പക്ഷെ നിങ്ങളെ പോലെയുള്ള എനിക്കറിയില്ലാത്ത വെക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഞാൻ മോർണിംഗ് 47 റുപ്പീസാണ് കൊടുക്കുന്നത്. ഈവനിങ്ങിലും അതേപോലെ 30. ഉപകാരമായിരിക്കും. അതെല്ലാവർക്കും ആവശ്യം തന്നെയാണ്, നല്ലതാണ്. പക്ഷെ ഇത് നടപ്പാക്കുമോ, അത് വലിയൊരു ചോദ്യമാണ്. അതൊരു സംശയം. കോൺഗ്രസ് ഇന്നുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം ഇതുപോലെ തന്നെ ഞാനൊരു വയനാട്ടുകാരിയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ ഇലക്ഷൻ ഞങ്ങൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ഒരാളാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടുന്ന് മാറി പ്രിയങ്ക ഗാന്ധിനെ നിർത്തി. ഞങ്ങൾക്ക് വയനാട്ടിൽ ഇന്നുവരെ ഒരു നേട്ടം എന്ന് പറയാൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇന്നുവരെ. ഇത് സംശയമാണ്, എനിക്ക് ഭയങ്കര സംശയമാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? നമ്മൾ വാക്കുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പാടില്ലാത്ത പലതും പറയും. ഓരോ ഭരണം വരുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും. പക്ഷെ നടപ്പാക്കിയെങ്കിൽ ആക്കിയെന്ന് പറയും. പക്ഷെ സൗജന്യ യാത്ര സ്ത്രീകള് പിന്നെ ചിലപ്പോൾ അത് ഒത്തിരി ദൂരെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അതൊരു പ്രയോജനം തന്നെയാണ്. സ്ത്രീകൾ ഗുണകരം തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് ആയതുകൊണ്ട് എനിക്ക് വിശ്വാസേ ഇല്ല. ഞാൻ പറയുന്നത്, ഞാൻ പാർട്ടി നോക്കി പറയുന്നതല്ല. പക്ഷെ കോൺഗ്രസ് ഇന്നുവരെ ഒരു കാര്യം നടപ്പാക്കുന്നില്ല. പറഞ്ഞു വരുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ കാര്യം നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പത്തെ ഈ ഭരണം വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കോൺഗ്രസിനെ ഒരു കാരണവശാലും വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. അതാണ് എന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. കാരണം നടപ്പാക്കിയ നല്ലത്. നടപ്പാക്കിയ രാഹുൽ ഗാന്ധി പറഞ്ഞത് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റുമായിരിക്കും. നടപ്പാക്കിയ എന്നെ പോലെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും അതൊരു ഉപകാരം തന്നെ. ഇതിൽ വരുവാണെങ്കിൽ നല്ല കാര്യം തന്നെ, പ്രാബല്യത്തിലാക്കുകയാണെങ്കിൽ സപ്പോർട്ട് വലിയ ഉപകാരപ്രദമാണ്. ഇല്ല, ഞാൻ KSRTC യാത്ര ചെയ്യാണ്. വലിയ ഉപകാരമായിരിക്കും. സ്വാഗതം ചെയ്യുന്നു, തീർച്ചയായും. ഹോൾ ഐഡിയ ഓഫ് ഗിവിംഗ് ഫ്രീ ആയിട്ട് പെണ്ണുങ്ങൾ പോകുന്ന ഐഡിയ ഇസ് ഗുഡ്. ബട്ട് എനിക്കത് പാർട്ടി ബേസിസിൽ പറയുമല്ല. ബട്ട് അത് എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഹോൾ ഐഡിയ സ്ത്രീകൾക്ക് വളരെബിൾ ആയിട്ട് LDF ആണെങ്കിലും UDF ആണെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് അത് പാർട്ടി ബേസിസ് അല്ല. അങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ അത് കുറെ എഫേർട്ട് ഇടണം. അത് ഐ ഡോണ്ട് തിങ്ക് അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും പാർട്ടി ബേസിസ് ഞാൻ അത് പറയൂല. ഹോൾ ഐഡിയ അത്ര പോസിബിൾ ആവണം എന്നില്ല എന്നുള്ളത്. ബട്ട് അങ്ങനെ ഒരെണ്ണം വന്നാൽ ഇറ്റ് ബി വെരി ഗുഡ്. സ്ത്രീകൾക്ക് ഞാൻ ഡെയിലി ബേസിൽ താമരശ്ശേരി ടു കോഴിക്കോട് വരുന്നതാണ്. ആണ്, ഒബ്വിയസ്ലി ആണ്. യെസ്, പക്ഷെ അത് എത്രമാത്രം പോസിബിൾ ആവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബി ഗുഡ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഗുണകരമായിരിക്കും എന്നുള്ളത്. അല്ല, നമ്മള് കൂടുതൽ സൗജന്യം എന്ന് പറയുന്നത് പിന്നെ അത് അർഹത ഉള്ളവർക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. സ്ത്രീകളായതുകൊണ്ട് എല്ലാവർക്കും സ്ത്രീകൾക്ക് സൗജന്യം ആവശ്യമില്ല എന്നുള്ളതാണ്. അതെ 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 അല്ല, എന്നാലും സൗജന്യം എന്ന് പറയുമ്പോ ചില ആൾക്കാർക്ക് അത് എന്താ പറയേണ്ടത്, അത് ബെനിഫിറ്റ് ആയിരിക്കും.
അല്ലാത്തവർക്ക് നല്ലതായിരിക്കും. അപ്പൊ പൂർണ്ണമായിട്ട് സൗജന്യ യാത്ര വേണ്ട, അല്ലാതെ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ യൂഷ്വലി ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പം നമ്മള് ടോപ്പ് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പം ഗവൺമെന്റ് ഇതില് ഫ്രീ ആയിട്ടാണ് ഇപ്പൊ എല്ലാവരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ബിക്കോസ് ഇപ്പം ഓരോ ടൈമിലായിരിക്കും പലരും ഇപ്പം സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നവരൊക്കെ. അപ്പം ഫിനാൻഷ്യലി ചിലപ്പം കുറച്ചൊരു ഫണ്ട് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ KSRTC ചോദിക്കണം, നിങ്ങളെപ്പോലുള്ള ആൾ ട്രാവൽ ചെയ്യണം, നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഗുണമായിരിക്കും ഗുണമായിരിക്കും ഉറപ്പായിട്ടും. നമുക്കത് കുറച്ചും കൂടെ അഫോർഡബിൾ ആവുമല്ലോ, നമ്മളെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആക്കുകയാണല്ലോ. നമ്മൾ വർക്ക് ചെയ്യുന്ന പൈസക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്.